അപ്പോൾ എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറാണ്. അപ്പോൾ നമ്മോട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലും പേഴ്സണലായിട്ടും എന്താ ഓണത്തിന് ഓഫറുകളും കാര്യങ്ങളും ഇല്ല എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാർഡിൽ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെയൊക്കെ ലാസ്റ്റ് എൻഡ് വിലയാണ് ഈ നമ്മൾ ഓഫർ പ്രൈസിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ വാഹനവും ഇതിൽ മാക്സിമം ഉൾപ്പെടുത്തും. അതിൻ്റെയൊക്കെ ലാസ്റ്റ് വിലയാണ് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മളെ ഷോപ്പ് PC കാർ സ്പോർട്ട് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടോളൂ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വാഹനങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓൺ ഓഫർ ഇല്ല എന്നുള്ളൊരു പരാതി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇന്ന് ഓൺ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, ഒരുപാട് വാഹനങ്ങൾ പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ യാർഡിൽ ഇപ്പോൾ തൽക്കാലമുള്ള വാഹനങ്ങൾ കംപ്ലീറ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഫസ്റ്റ് തന്നെ 2009-10 രജിസ്ട്രേഷനിലെ 5 വർഷത്തെ പുതിയ പേപ്പറുള്ള വാഹനം ഇത് നമ്മൾ വീഡിയോസ് ഇന്നിട്ടിട്ടുണ്ട്. 6,50,000 രൂപക്ക് പുതിയ പേപ്പർ ചെയ്തുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാം. പിന്നെ ഉള്ളത് നമുക്ക് 2010 മോഡൽ ഫോർച്യൂണർ. ഇതും നമുക്ക് നമ്പർ ആക്കിയിട്ട് 8 ലക്ഷം റുപ്യക്ക് ഇതേ കണ്ടീഷനിൽ കൊടുക്കട്ടോ. ഇത് 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന കിലോമീറ്റർ ഓടിയുള്ളത് 2,91,000 കിലോമീറ്ററാണ്. അപ്പോൾ ഫോർച്യൂണർ നമുക്ക് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫുള്ള് GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് വർക്ക് കഴിഞ്ഞ വാഹനമുണ്ട്. 2010 മോഡൽ നിലവിൽ 4 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ ഓൾറെഡി നമ്പറായ വാഹനം കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 9,70,000 രൂപയാണ്. അതേപോലെ 2014 ഓട്ടോമാറ്റിക്കിൽ GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് വർക്ക് എടുത്താണ്. നിലവിൽ 3 ഓണർഷിപ്പിൽ കേരളത്തിലെ നമ്പറായ വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 14,50,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. അതേപോലെ നമുക്ക് ക്രിസ്റ്റ അവിടെ സ്റ്റോക്ക് ഉണ്ട്. 2017 മോഡൽ ക്രിസ്റ്റയാണ്. നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 2,16,000 കിലോമീറ്ററാണ്. മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്മെൻറ്റ്. കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഓഫർ പ്രൈസിൽ 13,75,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കട്ടോ. അതേപോലെ 2014 മോഡൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. ഇത് നമുക്ക് കിലോമീറ്റർ ഓടിയുള്ളത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയതാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്ററാണ്. ഓണത്തിൻ്റെ ഓഫറിൽ 9,10,000 രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് ഫൈനൽ കൊടുക്കാൻ കഴിയും. അതേപോലെ ഇത് 2014 മോഡൽ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിലവിൽ 3rd ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. G4 വേരിയൻ്റാണ് വരുന്നത്. ഈ വാഹനവും G4 ആണ് വരുന്നത് കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ കിലോമീറ്റർ ഓടിയുള്ളത് 1,93,000 കിലോമീറ്ററാണ്. ഈ റീപ്ലേസ്മെൻറ്റ് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി ഉള്ളൂ. ഈ വാഹനത്തിന് ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും റീപ്ലേസ്മെൻറ്റ് കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 7,90,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. അതേപോലെ ഒറിജിനൽ കേരള വാഹനം വേണ്ടവർക്ക് 2013 മോഡൽ V ഓപ്ഷനാണ് വരുന്നത്. 1,97,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. ഈ വാഹനം നമുക്ക് 9,25,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള V ഓപ്ഷൻ കൊടുക്കാൻ കഴിയും കേട്ടോ. അതേപോലെ 2014 മോഡൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാഹനമാണ്. 3,10,000 കിലോമീറ്ററാണ്. ഇതിന് റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ബാക്ക് ഗ്ലാസ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഈ വാഹനം നമുക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചുകൊണ്ട് ഫൈനലായിട്ട് 7,80,000 രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇത് 2011 മോഡൽ നിലവിൽ 4 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ 3,10,000 കിലോമീറ്ററാണ്. ആക്സിഡൻറ്റ് മേജറായിട്ട് ഒരു വാഹനത്തിന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,60,000 രൂപയ്ക്ക് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. 5,60,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. അതേപോലെ ഇത് 2020 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത്. 63,000 കിലോമീറ്ററാണ് ഓടിയില്ല കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 8,50,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. ഓൾറെഡി ആ വാഹനം കൊടുത്ത വാഹനമാണ് 2013. അതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. അതേപോലെ എറ്റിയോസ് ലിവ 3 ഉണ്ട്. ഒരു വാഹനം പുറത്താണുള്ളത്. ഈ വാഹനം നമുക്ക് അതർ സ്റ്റേറ്റ് വാഹനമാണ്. 2018 ഡുവൽ ടൂൺ കളറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. 1,60,000 കിലോമീറ്ററാണ് ഈ 3 വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 5,40,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ കേരളത്തിൽ നമ്പറായത്. അതേപോലെ 2017 മോഡൽ ഇയോണ്. ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 83,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 2,30,000 രൂപയ്ക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കുക. അതേപോലെ CNGയിൽ ഓട്ടോമാറ്റിക് ഹോണ്ട ജാസ് V ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്. CNGയിലൊരു 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ളാണ്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അല്ല. ലാസ്റ്റ് ഫൈനലായിട്ട് 5,40,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കട്ടോ. ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ അപ്പുറത്തെ യാർഡിൽ കുറച്ച് വാഹനങ്ങളുണ്ട്. അതുകൂടി നമ്മൾ കാണിക്കാം. ഈ വാഹനങ്ങൾ നമ്മൾ കാണിച്ച വാഹനങ്ങളൊക്കെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ ഇല്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാതെ 2-3 ദിവസം ചെക്ക് ചെയ്യാതെ ഒരു വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഇവിടെ കുറച്ച് വാഹനം സ്റ്റോക്ക് ഉണ്ട്. ബെൻസിൽ E250 ഇവിടെ സ്റ്റോക്ക് ഉണ്ട്.
14-15 റേസിലാണ് വരുന്നത് കേട്ടോ. NOC-യിൽ നമുക്ക് ഫൈനലായിട്ട് ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 93,000 കിലോമീറ്ററാണ്. NOC-യിൽ നമുക്ക് ഫൈനലായിട്ട് 10 ലക്ഷം റുപ്യക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കുക. വന്ന് കണ്ട് ഇഷ്ടപ്പെടുക, വേഗം കൊണ്ടുപോകുക. അതേപോലെ 2013 മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ നമ്പർ ആയിട്ടില്ല. ഒരുപാട് ഫിറ്റിങ്സിൻ്റെ വാഹനം കേട്ടോ. അലോയ്സ് ഉണ്ട്, എക്സ്ട്രാ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. ഈ വാഹനം നമുക്ക് 7,85,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇന്നോവ ഉണ്ട്, 2012 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവയാണ്. അപ്പോൾ നെക്സ്റ്റ് ടാക്സ് അടക്കേണ്ടത് 2030-ലാണ്. അടുത്ത നമുക്ക് ടാക്സ് അടച്ചാൽ മതി. ഇത് നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയത് 2,50,000 കിലോമീറ്ററാണ് കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായി 6,40,000 രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇയോണ് ഷോറൂം കണ്ടീഷനിൽ വരുന്ന ഇയോണ് ചെറിയൊരു കിലോമീറ്റർ കൂടിയ വാഹനം കേട്ടോ. ഈ ഇയോണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ടച്ചപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ബമ്പറുമ്പോൾ മാത്രമേ ചെറിയൊരു ടച്ചപ്പ് ഉള്ളൂ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 2,40,000 രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കട്ടോ. നെഗോഷ്യബിൾ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമ്മൾ അംബാസഡർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇത്രയും കാലം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടീനി, നമ്മൾ അങ്ങടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന വണ്ടിയായിരുന്നു. ഈ വാഹനം 2028 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇത് നമുക്ക് 1,50,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഒരു ഹോണ്ട സിറ്റി ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. 61,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. നിലവിൽ 4ാമത്തെ ഒരു ഓണർഷിപ്പ് എന്നുള്ളൊരു പ്രശ്നമില്ലാതെ വേറൊരു പ്രശ്നം ഈ വാഹനത്തിനില്ല. പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയട്ടോ. ഈ വാഹനം നമുക്ക് 5,60,000 രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ ഫിനാൻസ് ഇടാൻ പറ്റിയ ഫോർച്യൂണർ ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഫിനാൻസ് ഇടാൻ പറ്റിയൊരു ഫോർച്യൂണർ ഉണ്ട്. ഇത് സിൽക്കി ഗോൾഡ് കളറിലാണ് വരുന്നത്. 2012 ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്. ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ബോണ്ടിൻ്റെ അവിടെ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റും ഇല്ല. ഒരു 95% കമ്പനി പെയിൻറ്റിൻ്റെ വാഹനം കേട്ടോ. ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റിൻ്റെ വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 11,30,000 രൂപ കൊടുക്കാം. ഇനി ഇത് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജിയർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ജിയർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റും ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ 2011 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന വാഹനം 1,90,000 കിലോമീറ്റർ ഓടിയുള്ളത്. ഇത് നിലവിൽ കേരളത്തിൽ നമ്പറായ വാഹനമാണ്. നമുക്ക് ഫൈനലായിട്ട് 6,50,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. അതേപോലെ ഹാരിയർ സ്റ്റോക്ക് 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 52,000 കിലോമീറ്ററാണ്. ഈ വാഹനം നമ്മൾ 12 ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. നമുക്കൊരു 10-12 വാഹനം ഇനിയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. കുറേ വാഹനങ്ങൾ അഡ്വാൻസ് ആയത് മാറ്റിയിട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് വർക്കിൽ കുറേ വണ്ടികളുണ്ട്. ഫോർച്യൂണർ 2014 മാനുവൽ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമുണ്ട്. 2015 ഫോർച്യൂണർ മാനുവൽ ഉണ്ട്. പിന്നെ 14 ഫോർച്യൂണർ നമുക്ക് ഓൺ ദ വേ ആണ്. അപ്പം ഈ വാഹനങ്ങൾ നമ്മൾ കാണിച്ച വാഹനങ്ങളൊക്കെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവും. എന്ത് കൊണ്ടുപോയിട്ട് എന്ത് മേജർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കുന്നത് 2-3 ദിവസം നമുക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കട്ടോ. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാറ എന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൾ ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്യുക. ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രം വരും കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാറ എന്ന സ്ഥലത്താണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച വാഹനങ്ങളൊക്കെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ ഉണ്ടോയെന്നില്ല നമുക്ക് ചെക്ക് ചെയ്യാനൊരു അവസരം കൂടി നിങ്ങൾക്കുണ്ട്. ഇത് ഓഫർ പ്രൈസാണ്. എഴുതിയാണ്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, മേജർ കംപ്ലൈൻറ്റുകളുള്ള വാഹനമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാറ എന്ന സ്ഥലത്താണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.